ഹലോ, ഇന്ന് നമുക്ക് ഇടിയൻ ചക്ക ഒലത്തിയാലോ? അപ്പോൾ നമ്മൾ ഇടിയൻ ചക്കനെ വെട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇടിയൻ ചക്കയ്ക്ക് എന്താ ചുളാന്ന് വിചാരിക്കും. നമ്മൾ ചെറിയതായിട്ട് വരുന്ന ചുളയുള്ള ചക്ക കൊണ്ട് ഇടിയൻ ചക്ക ഒലത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ടാണ്. ഇടിയൻ ചക്കയുടെ മറ്റേ ചൗണി പോലത്തെ സാധനമാണല്ലോ നമ്മൾ ഒലത്താറ്. ഇത് തിരിക്കോളം ഇതായിട്ട് വന്നതേ കണ്ട ഇത്രയും പോകുന്നൊരു ചുളവ് വേണം. എന്നിട്ട് അത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം നമുക്ക് വളർത്താനായിട്ട്. നമ്മൾ ഇടിയൻ ചക്കയുടെ ഇത് നമ്മൾ ചെറുതാക്കി നന്നാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലിട്ട് ഒരു വിസിൽ വരത്താം. അപ്പോൾ നമുക്കിതിലൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം. എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അതിനൊരു വിസിൽ വരാം. അപ്പോൾ നമ്മുടെ ഇടിയൻ ചക്ക വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കാച്ചാൻ നോക്കാം. കാച്ചാനായിട്ട് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വേപ്പില ഇതിന് മൂപ്പിക്കണം. പിന്നെ അതിലിടാൻ നമുക്ക് കുറച്ച് തേങ്ങ, ഉള്ളിയും ഇതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇത് പകുതി വാടിക്കഴിയുമ്പോഴേ ഇതിൽ നമ്മൾ വെളുത്തുള്ളി ഇടില്ലേ. വെളുത്തുള്ളി ഇടുമ്പോൾ ആ വെളുത്തുള്ളീനെ ഒന്ന് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം. അപ്പോൾ ആ വെളുത്തുള്ളിൻ്റെ നല്ല മണം ഇങ്ങോട്ട് വരും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ വേണം. ഇനി നമുക്ക് ഇതിലേക്ക് കുത്തിപ്പൊടിച്ച മുളക് പൊടി ഇടാം. 2 സ്പൂൺ ഇടണം. നമ്മുടെ മുളക് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെച്ച തേങ്ങ അതിലിടാം. തേങ്ങ ഇട്ടിട്ട് ഇതിനെ നല്ലോണം ഒന്ന് വലിച്ചെടുക്കണം കേട്ടോ. വെറുതെ ഇടരുത്. ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം വലിച്ചെടുക്കണം. തേങ്ങ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒരു നുള്ള് ഉപ്പ് ഇതിലിടണം. എന്നാൽ ആ തേങ്ങാമലിക്കൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കുള്ളൂ കേട്ടോ. നമ്മുടെ ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഇടിയൻ ചക്ക അതിലിടണം. അതിലിട്ടിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇടിയൻ ചക്കേനെ നമ്മൾ നല്ലോണം ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ 2 വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, 1 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഇതിനെ ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് അത് മിക്സാക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് പൊത്തി വയ്ക്കുക. ഏറ്റവും തീ കുറച്ച് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇടിയൻ ചക്കയുടെ ഇതും ചെറിയ മുളച്ച് വരണ ചക്കയുടെ ആ ടേസ്റ്റും കുരുമൊക്കെ കുഞ്ഞീതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളതൊന്ന് വെച്ചിട്ട് കഴിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ പറയുക. എന്നിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കല്ലേ. അപ്പം നമ്മുടെ ഇടിയൻ ചക്ക റെഡി.